ഹലോ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് റീയൂസബിൾ ഡയപ്പറിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ്. ഞാൻ ഏകദേശം ഉപയോഗിച്ചൊരു 4 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത് കേട്ടോ. അതായത് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഈ ഒരു ഇതുണ്ട് പാഡ്, അത് ഉണങ്ങാൻ നല്ല പാടാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല പാടാണ് അത് ഉണങ്ങാൻ. നല്ല വെയിലുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കാനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷേ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് നനവൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വെച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇതിനകത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോളൊക്കെ ഉണ്ട്, ഒരു ഇലാസ്റ്റിക് ഹോൾ. അതിനകത്ത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല, കാരണം ലീക്കേജ് ഉണ്ട്. പിന്നെ ഞാനിത് മോളിൽ വെച്ച് നോക്കി, എന്നിട്ടും ഇത്തിരി ലീക്കേജൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്ര പ്രശ്നമില്ല. ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഇത് വേഗം അബ്സോർബ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ആയിട്ടുള്ള നിക്കർ വേറെ നനയുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ 6 എണ്ണമാണ് വാങ്ങിച്ചത്. ഞാൻ പിന്നെ ഇത് ഉപയോഗിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പവഴി, ഞാൻ ഇതിനകത്ത് ക്ലോത്ത് വയ്ക്കും. നമ്മൾ ഫോൾഡ് ചെയ്ത് ക്ലോത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് അഡ്ജസ്റ്റബിളാണ്. അതായത് ആ ബട്ടൺ നമുക്ക് മുകളിലത്തെ ബട്ടണോടുകൂടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ന്യൂ ബോണിനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഏകദേശം ഒരു 3 വയസ്സ് വരെയൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന്, 2-3 വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ 6-7 മാസമായ കുട്ടിക്ക് ഇതിപ്പം ഞാനത് പിൻ ചെയ്തിട്ട് തന്നെ ബട്ടൺ ഇട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റിയൊക്കെ കൊള്ളാം, ഒന്നും പറയാനില്ല. ബട്ടണെല്ലാം സ്ട്രോങ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഇത്തിരി ലേറ്റാവും. പിന്നെ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ കുഴപ്പം, നല്ല ചൂടൊക്കെ ആണെങ്കിൽ. പക്ഷേ മഴക്കാലത്ത് ഞാൻ നോർമൽ ഡയപ്പറൊക്കെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. സാധാ ഡയപ്പറാണ് ഞാൻ കുട്ടിക്ക് ഉപയോഗിക്കുന്നത്. ഇതുവരെയും ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യും. ഞാൻ റാഷസ് ഒന്നുമില്ല ഇതുവരെ ഉപയോഗിച്ചിട്ട്. ഇതും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒത്തിരി നേരം തുണി വെച്ചുകൊണ്ടിരിക്കരുത്, കാരണം മാറ്റി കൊടുക്കണം. ഒരു 15-20 മിനിറ്റ് ഇടവിട്ട് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നനവ് കുട്ടികൾക്ക് ഫീൽ ചെയ്യും. കുഞ്ഞുങ്ങൾ വേഗം ഉറക്കത്തിൽ നിന്നൊക്കെ എണീക്കും. പിന്നെ കുറേ ബട്ടണൊക്കെ ഉണ്ട്. ക്വാളിറ്റി വൈസ് എനിക്കൊരു 9 കൊടുക്കാവുന്നതാണ്. പക്ഷേ മറ്റേ ബ്ലാക്ക് കളറുള്ള പാഡ് വെച്ചിട്ട് എനിക്കത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല കുഞ്ഞിന്. അല്ലാണ്ട് ക്ലോത്ത് വയ്ക്കുമ്പോൾ ഓക്കെയാണ്, നമുക്ക് മാറാൻ എളുപ്പമാണ്. മഴക്കാലത്തൊക്കെ ഈ ഒരു നിക്കറുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്ത് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഉണങ്ങാനൊക്കെ ഒത്തിരി എളുപ്പം വരും. ഇത് അകത്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. കുറേ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അതുവഴി അകത്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും കഴുകേണ്ടതായിട്ട് വരും. നമുക്ക് അല്ലെങ്കിൽ ഇത് കുറേ എണ്ണം വാങ്ങേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു 6 പീസ് വെച്ചിട്ട് ചെയ്യാൻ അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് അകത്ത് വെച്ച് കൊടുത്തിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് ക്ലോത്ത് ആകുമ്പോൾ വേഗം ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു